സ്ലെൻഡർ മാനെ പ്രീതിപ്പെടുത്താൻ ചെയ്ത കുറ്റകൃത്യം. 2014 മെയ് 31-ന് 12 വയസ്സുള്ള മോർഗൻ ഗെയ്സറിന്റെ ജന്മദിനമായിരുന്നു. മോർഗൻ അവളുടെ ജന്മദിനത്തിന് എല്ലാ വർഷവും 2 സുഹൃത്തുക്കളെ സ്ലീപ്പ് ഓവറിന് വീട്ടിൽ കൊണ്ടുവരാൻ അനുവാദമുണ്ടായിരുന്നു. ഈ വർഷം 12 വയസ്സുള്ള പേറ്റൺ ഇസബെല്ല ല്യൂട്ട്നറും അനിസവേറും അവൾക്കൊപ്പം ഒരു സ്ലീപ്പ് ഓവർ നടത്തി. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ഒളിച്ചു കളിക്കാൻ കാട്ടിലേക്ക് പോയി. കാടിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ അനിസയും മോർഗനും ഇസബെല്ലയെ താഴേക്ക് ഉന്തി ഇട്ട് കത്തിക്കൊണ്ട് 19 തവണ കുത്തി. ആക്രമണത്തിന് ശേഷം അനീസയും മോർഗനും ഇസബെല്ലയോട് കിടക്കാൻ പറയുകയും അവർ സഹായം കൊണ്ട് വരാമെന്നും പറഞ്ഞു. പക്ഷേ അവർ അത് ചെയ്തില്ല. തുടർന്ന് ഇസബെല്ല അടുത്തുള്ള ഒരു റോഡിലേക്ക് നിരങ്ങിപ്പോയി. അവിടെ ഒരു സൈക്ലിസ്റ്റ് അവളെ കണ്ടെത്തി. അയാൾ പോലീസിനെ വിവരം അറിയിച്ചു. ഇസബെല്ലയെ രക്ഷിക്കാൻ ഡോക്ടർമാർ 6 മണിക്കൂർ ശസ്ത്രക്രിയ നടത്തി. ആക്രമണം നടന്ന് 5 മണിക്കൂറിന് ശേഷം ആക്രമണ സ്ഥലത്ത് നിന്ന് ഏകദേശം 7.9 കിലോമീറ്റർ അകലെ അനീസയും മോർഗനെയും പോലീസ് പിടികൂടി. കുത്താൻ ഉപയോഗിച്ച കത്തി അവരുടെ കൈവശമുണ്ടായിരുന്നു. അവർ കൈവശം വച്ചിരുന്ന ഒരു ബാഗിൽ നിന്ന് പോലീസ് അത് കണ്ടെത്തി. സ്ലെൻഡർ മാൻഷൻ എന്നറിയപ്പെടുന്ന വീട്ടിൽ സ്ലെൻഡർ മാനെ കാണാൻ പോകുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. 2009-ലെ പാരാനോർമൽ ഇമേജ് ഫോട്ടോഷോപ്പ് മത്സരത്തിനായി ഒരു ഓൺലൈൻ ഫോറത്തിൽ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക ക്യാരക്ടറാണ് സ്ലെൻഡർ മാൻ. വെളുത്തതും മുഖമില്ലാത്തതുമായ തലയുള്ള അസ്വാഭാവികമായി ഉയരവും മെലിഞ്ഞതുമായ ഒരു കഥാപാത്രമാണ് സ്ലെൻഡർ മാൻ. അവരുടെ ചോദ്യം ചെയ്യലുകളിൽ മോർഗൻ സഹാനുഭൂതി പ്രകടിപ്പിച്ചില്ലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഇസബെല്ലയെ കുത്തിയതിന് അനിസ കുറ്റബോധം പ്രകടിപ്പിച്ചതായി വിശേഷിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാലും 2 പേരും സ്ലെൻഡർ മാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇസബെല്ലയെ കുത്തിയത് എന്ന് അവർ പറഞ്ഞു. ആക്രമണം നടന്ന് 7 ദിവസത്തിനു ശേഷം ഇസബെല്ല അതിജീവിച്ച് ആശുപത്രി വിട്ടു. 2014 സെപ്റ്റംബറിൽ അവൾ സ്കൂളിൽ തിരിച്ചെത്തി.